ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ മറന്നുപോയ വീഡിയോ ആണ് ഇത്. ശരിക്കും ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകുമായിരുന്നു. കൊല്ലത്ത് ഭരണിക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വീട്. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ചായ കുടിക്കാൻ വേണ്ടി ഈ കടയിൽ കയറി. വേറെ കടയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഈ കടയിലെ ചായ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. നേരെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഈ ഫിഷ് ടാങ്കിലേക്കാണ് എൻ്റെ കണ്ണ് ആദ്യം പോയത്. ഇതിനകത്താണെങ്കിൽ നിങ്ങൾ കണ്ട ഒരു സാധനം കിടക്കുന്ന ഇതാണ് വരാല്. ഇവിടുത്തെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന മീനാണ് കേട്ടോ. അത് കഴിഞ്ഞ് അടുക്കളയിൽ ചെന്നിട്ട് അവിടുത്തെ ഒന്ന് ഓവറോൾ ഒന്ന് നോക്കിയിട്ട് ഞാൻ തിരിച്ചിറങ്ങി വരുമ്പോഴാണ് ദേണ്ടട ഇവരിരുന്ന് ക്യാരംസ് കളിക്കുന്നു. അങ്ങനെ ക്യാരംസ് കളിക്കുന്നതൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിശപ്പായി. അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ലഞ്ചിനാണെങ്കിൽ അവിയലും പച്ചടിയും ഇഞ്ചിക്കറിയും സാമ്പാറും മോരുകറിയും സോയാബീൻ വറുത്തതും അതിൻ്റെ കൂട്ടത്തിൽ വീട്ടിലിട്ടൊരു അടിപൊളി അച്ചാറും ഉണ്ടായിരുന്നു. ഊണൊക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ഈ ചേനവിത്തൊക്കെ കണ്ടു. ഇത് നടാൻ വേണ്ടി കൊണ്ടുവച്ചേക്കുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞ് എല്ലാവരും ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ശ്രദ്ധ പോയത് ഇതുകൊണ്ട് ഈ കതവിലെ ഈ സാധനത്തിലാണ്. ഇത് ശരിക്കും എന്തിനാണ് വെച്ചേക്കുന്നത്? പിന്നെ ഞാൻ വിചാരിച്ചു പുറത്ത് ആരെങ്കിലും വരുമ്പോൾ ഒന്ന് കൊട്ടിയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നതായിരിക്കും എന്ന്. അങ്ങനെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ചക്ക അടത്താമെന്ന് വിചാരിച്ച് ചെന്നു. അപ്പോഴാണ് അവിടുത്തെ ചേച്ചി വെക്കുന്ന വീടാണിത്. ചേച്ചിയുടെ ഒരു ഐഡിയയിൽ 4 കെട്ട് സ്റ്റൈലിൽ വെക്കുന്ന വീടാണ്. അപ്പം അതിനകത്തളമൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് പണിത് വരുന്നത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ഭംഗിയായിരിക്കും. അപ്പം ഞാൻ ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടുള്ള വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ 4 കെട്ടൊക്കെ പണിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റൈലിൽ പണിത് കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ അത് ഭയങ്കര ഭംഗിയായിരിക്കും എന്ന് എനിക്ക് സ്വന്തമായിട്ട് തോന്നുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചക്കയൊക്കെ അടത്തി കഴിഞ്ഞ് ചെന്നപ്പോഴത്തേക്ക് അമ്മ ആ ചക്ക ഞങ്ങൾക്ക് തന്നെ പാക്ക് ചെയ്ത് തന്നു. അതായത് നിങ്ങൾ കൊണ്ടുപോയിക്കോ വീട്ടിലെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.